ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന എല്ലാ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്കും കർത്താവിനോട് നിങ്ങളെ അടുക്കുന്നതിന് അത് മുഖാന്തരമാക്കി തീർക്കട്ടെ എന്ന് കർത്താവിൽ ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിന്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസൻ ജോൺ തോമസ് എബനേസറാണ്. ആ പ്രിയ കർത്താവിന്റെ ദാസനെ ജോയ്സ് ടിവിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി തന്റെ ടെസ്റ്റിമണി പറയുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? അതെ, സ്തോത്രം. ഓക്കെ, കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. നിങ്ങളുടെ സാന്നിധ്യത്തെ ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവിന്റെ ദാസനും ഇവിടെ തിരുസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ അനുഭവം കർത്താവെ അനുഗ്രഹമായി തീരുവാൻ കേൾക്കുന്നവർക്ക് കർത്താവേ അതാ ഹല്ലേലൂയ ആത്മീക ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട. നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കും. നെറ്റ്വർക്കിനെ എല്ലാം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ആമേൻ. കർത്താവിന്റെ ദാസനെ ഇനിയുള്ള സമയം ഞാൻ കർത്താവിന്റെ ദാസിന് വേണ്ടി ടെസ്റ്റിമണി ഷെയർ ചെയ്യുന്നതിന് നൽകി തരികയാണ്. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും ചൈൽഡ്ഹുഡും എവരിതിങ് കർത്താവിന്റെ ദാസന് പറയാവുന്നതാണ്. അതിനായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. ഓക്കെ, ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇങ്ങനെ ഈ മാധ്യമത്തിലൂടെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾ വിവരിക്കുവാൻ കർത്താവും ഇതിന്റെ സംഘാടകരും ഒരുക്കി തന്ന ഈ നല്ല സന്ദർഭത്തിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. സംഘാടകരോടും വിശേഷാൽ ഈ മാധ്യമത്തോടും ഞാൻ എൻ്റെ നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ പേര് നിങ്ങൾ കേട്ടതുപോലെ ജോൺ തോമസ് എബനേസർ എന്നാണ്. എൻ്റെ സാക്ഷിയിലേക്ക് കടന്നു പോകുമ്പോൾ ഞാനൊരു പെന്തക്കോസ്ത് തീവ്രമായ വിശ്വാസമുള്ള ഒരു മാതാവിനാലും പിതാവിനാലും ജനിച്ച് വളർത്തപ്പെട്ടു. കാരണം എൻ്റെ ഫാദറിന്റെ ഫാദർ, ഗ്രാൻഡ് ഫാദർ അല്ലെങ്കിൽ വല്യപ്പച്ചൻ യാക്കോബായ പശ്ചാത്തലത്തില് കടമനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു. ആ കാലഘട്ടത്തിൽ ലോകപ്രകാരമുള്ളതായ വിഷയങ്ങളിലൊക്കെ അവര് പാരമ്പര്യത്തില് വളരെ അഭിമാനം കൊള്ളുകയും കുടുംബ ശ്രേഷ്ഠതയിലൊക്കെ ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലം. അന്ന് ഈ വിശ്വാസ മാർഗം ആ ദേശത്തേക്ക് ആദ്യമായി കടന്നു വന്നു. വർഷങ്ങൾക്ക് മുൻപാണ്. അങ്ങനെ കടന്നു വന്നപ്പോൾ അന്ന് പെന്തക്കോസ്ത് വിശ്വാസത്തിന് എതിരായി വളരെ കുപ്രചരണങ്ങൾ, തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാടുകളിലൊക്കെ പ്രചരിപ്പിക്കുക പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വല്യപ്പച്ചന് ഈ പറയുന്നതൊക്കെ എത്രത്തോളം വാസ്തവമാണ് എന്നറിയുവാനായിട്ട് അവരുടെ മീറ്റിങ്ങിൽ കടന്നുപോയി. എന്നാൽ അങ്ങനെ അതിന്റെ ഫലമായി അവർ ഈ പറയുന്നത് മറ്റ് തെറ്റായി പറയുന്നതല്ല, ശരിയായി അവര് ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ വിശ്വാസ മാർഗത്തിലേക്ക് കടന്നു വരുവാൻ പ്രിയ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ ദൈവം സഹായിച്ചു. എന്നാൽ അത് കുടുംബങ്ങളിൽ നിന്ന് ദേശത്ത് അവരുടെ അവർ വിശ്വസിച്ചിരുന്ന പശ്ചാത്തലത്തൊക്കെ ഒരുപാട് എതിർപ്പുകൾ അവർ നേരിടേണ്ടതായി വന്നു. അവര് പറഞ്ഞു പെന്തക്കോസ്തിൽ പോയി ഞങ്ങളുടെ കുടുംബത്തിന് ആക്ഷേപം വരുത്തി. 10-40 കുടുംബങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു അവരുടെ സ്വന്തക്കാരെന്ന് പറയുന്നത് തന്നെ. അങ്ങനെ വളരെ എതിർപ്പുകളൊക്കെ വന്നു. ആ സമയത്ത് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, ലോകപ്രകാരം ഉള്ള വഴികളിലും മദ്യപാനത്തിലും ഒക്കെ ആയിരുന്ന കാലത്തെ അതൊരു നാണക്കേടായിരുന്നില്ല. സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്നത് നാണക്കേടാണെങ്കിൽ അതിനുവേണ്ടി കർത്താവിന് വേണ്ടി ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. തുടർന്ന് അദ്ദേഹം തന്റെ ഭവനവും തനിക്കുള്ളതെല്ലാം വിറ്റ് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പ്രതിഷ്ഠിച്ച് ഇറങ്ങിത്തിരിക്കുവാനിടയായി. അങ്ങനെ എൻ്റെ പിതാവ് ചെറുപ്രായത്തില് വിശ്വാസ ഭവനത്തിലായിരുന്നു വളർന്നത്. ഇത് എൻ്റെ പിതാവിന്റെ പശ്ചാത്തലത്തിലുള്ള പശ്ചാത്തലമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മാതാവ് എൻ്റെ
വല്യമ്മച്ചിയുടെ പിതാവ് ആദ്യമായിട്ട് ഹുക്ക് സാഹിബിന്റെ കാലഘട്ടത്തിൽ തന്നെ തുകയൂര് ആദ്യ വിശ്വാസങ്ങളിലേക്ക് ആ വല്യപ്പച്ചനൊക്കെ കടന്നു വരുന്ന ആദ്യ കുടുംബങ്ങളായിരുന്നു. അങ്ങനെ എൻ്റെ വല്യമ്മച്ചി, മമ്മിയുടെ മമ്മി വിശ്വാസത്തില് ആയിരുന്നു. അതിനുശേഷം എൻ്റെ മാതാവും ആ തീവ്രമായ വിശ്വാസത്തിൽ, അന്ന് അവരായിരുന്ന ആ വിശ്വാസ സമൂഹം പൊതുവെ മരുന്നെടുക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. എൻ്റെ വല്യമ്മച്ചി പോലും, അവര് കൊട്ടാരക്കരയാണ്, പാമ്പ് കടിച്ചിട്ട് പോലും മരുന്നെടുക്കാതെ അങ്ങനെ വിശ്വാസ തീവ്രതയിൽ മരിച്ച ഒരു അനുഭവമാണ്. അങ്ങനെ എൻ്റെ മമ്മി 1960 പപ്പ വിവാഹം കഴിക്കുകയും, എൻ്റെ പപ്പ അന്ന് ബോംബെയുടെ പ്രദേശത്തായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവരെ അവിടെ മലാഡിൽ താമസിച്ചുകൊണ്ട് ലാർസൻ ആൻഡ് ടൂബ്രോ എന്ന് പറയുന്ന പ്രസ്ഥാനത്തില് ജോലി ചെയ്തു വരികയായിരുന്നു. തുടർന്ന് എൻ്റെ മമ്മി ഗർഭിണിയാകുകയും എന്നെ പ്രസവത്തിനായിട്ട് കൊട്ടാരക്കര കടന്നു വന്നു. പ്രസവം കഴിഞ്ഞ് വീണ്ടും ബോംബെയിലേക്ക് പോയി. എനിക്ക് 10 മാസം മാത്രം പ്രായമുള്ളപ്പോൾ ആ സമയത്താണ് മമ്മിക്ക് കലശലായ ടൈഫോയിഡ് രോഗം ബാധിച്ചു. അത് മൂർച്ഛിച്ചു. പക്ഷേ പപ്പ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം. എന്നാൽ മമ്മി അതിനെ വിസമ്മതിക്കുകയുണ്ടായി. അങ്ങനെ മമ്മി പറഞ്ഞു ഫെയ്ത്തോമ പോയി പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ പോയി പ്രാർത്ഥിക്കുകയും, എന്നാല് 1962 ഏപ്രിൽ മാസം 1-ാം തീയതി മമ്മി ബോംബെയിൽ വെച്ച് മരിക്കുവാനിടയായി. രോഗം മൂർച്ഛിച്ചതറിഞ്ഞ് എൻ്റെ വല്യമ്മച്ചിയൊക്കെ ഇവിടുന്ന് കൊട്ടാരക്കരയിൽ ട്രെയിൻ കയറി. അന്ന് അങ്ങനെയാണല്ലോ, ട്രെയിനിൽ കയറി 3 ദിവസം ആയി അവിടെ ചെന്നു. വല്യമ്മച്ചി അവിടെ വന്നപ്പോഴത്തേന് മമ്മി മരിച്ചു. പിന്നെ മമ്മി അവിടെ അടക്കി. അതിനുശേഷം വല്യമ്മച്ചി എന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്ന്, അങ്ങനെ മമ്മിയുടെ അല്ലെങ്കിൽ വല്യമ്മച്ചിയുടെ സംരക്ഷണത്തിലും തുടർന്ന് പപ്പായുടെ, മമ്മിയുടെ, അപ്പച്ചന്റെയൊക്കെ സംരക്ഷണത്തില് ഉറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, ഒറ്റക്കൽ ഉറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തും കൊട്ടാരക്കരയുമായിട്ടൊക്കെ ഞാൻ വളർന്നു വരുവാനും എൻ്റെ പ്രാഥമികമായ വിദ്യാഭ്യാസം അവിടെയൊക്കെ നടക്കുവാനിടയായി. തുടർന്ന് ഏതാണ്ട് 5 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് രണ്ടാമത് എല്ലാവരും നിർബന്ധിച്ച് വിവാഹിതനായി. അവര് ബോംബെയിലായിരുന്നു. അതില് എനിക്കൊരു സഹോദരിയും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. അവര് ജനിച്ചതും വളർന്നതും ബോംബെയിലാണ്. അവര് വിദ്യാഭ്യാസമൊക്കെ ബോംബെയിലായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ, വല്യപ്പച്ചന്റെയും കൂടെ ഒക്കെ നാട്ടിൽ വളരുന്ന ഒരു പശ്ചാത്തലം. അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയാനും ഒക്കെ ദൈവം എനിക്ക് അവസരം തന്നു. സൺഡേ സ്കൂളിൽ പഠിക്കുകയും തുടർന്ന് ആ രീതിയിൽ വളരുവാൻ ദൈവം സഹായിച്ചു. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ LPSലെ അണ്ടൂർപെച്ച, ഉറുകുന്നിലുള്ള അണ്ടൂർപെച്ച സ്കൂളിലും UPSലെ ഒറ്റക്കല്ലിലും, തുടർന്ന് അന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പുനലൂര് ഗവൺമെന്റ് സ്കൂളിലും, തുടർന്ന് പ്രീ ഡിഗ്രിക്ക് പുനലൂർ SN കോളേജിലുമൊക്കെയാണ് എൻ്റെ വിദ്യാഭ്യാസം ആയിരുന്നു. ആ സമയത്ത് ഞാൻ കർത്താവിനെ അറിയുവാന് ഒക്കെ ഇടയായി. എന്നാൽ ഇടക്കാലത്ത് അല്പമായി കുഞ്ഞുങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ സാധാരണ യൗവനക്കാരിൽ വരുന്നവർ 10ാം ക്ലാസ് വരെ ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് വന്ന അല്പമായി കർത്താവിനെ വിട്ട് ലോകത്തിലെ സ്നേഹത്തിലേക്കൊക്കെ കടന്നു പോകാനുള്ള ഒരു ഇടയായിട്ടുണ്ട്. എന്നാൽ പിന്നീട് 1978 ഫെബ്രുവരി മാസം 12-ാം തീയതി കർത്താവിലേക്ക് കടന്നു വന്ന് ജലസ്നാനം സ്വീകരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. അങ്ങനെ ഭക്തിയില് ഒക്കെ വളർന്നു വന്നു. എങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ സ്നാനം എനിക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെ പരിശുദ്ധാത്മ സ്നാനത്തിന് വേണ്ടി വളരെ ആഗ്രഹിക്കുകയും 1978 ഫെബ്രുവരി 12-ന് സ്നാനമെടുത്തു. എങ്കിലും അനേക പ്രാർത്ഥനകളിലെ കാത്തിരിപ്പിയോഗങ്ങളിലൊക്കെ കടന്നുപോയി, അല്ലെങ്കിൽ വിശേഷിച്ച് ആരാധനകളിലൊക്കെ പങ്കെടുക്കുകയും അന്നുള്ള ദൈവദാസന്മാരൊക്കെ അഭിഷേകം പ്രാപിപ്പാൻ എന്നെ ഉത്സാഹിപ്പിക്കുവാൻ.
കൈയടിക്കുക, പാട്ട് പാടുക, മുഴങ്കാലിലിരിക്കുക, ഇങ്ങനെ ആ രീതിയിലൊക്കെ ഞാൻ ആഗ്രഹിച്ചു, അതിനുവേണ്ടി സഹകരിച്ചു. പക്ഷെ എനിക്ക് അന്നൊന്നും അഭിഷേകം കിട്ടില്ല. ആ ദിവസങ്ങളിലെ 1981 തിരുവനന്തപുരത്തെ എന്റെ വിദ്യാഭ്യാസത്തോടെ ബന്ധത്തിൽ അവിടെ ആയിരിക്കുമ്പോൾ അവിടെ ഒരു ദൈവദാസൻ അവിടുത്തെ ആനുവൽ കൺവെൻഷന് വേണ്ടി, തിരുവനന്തപുരത്തെ ആനുവൽ കൺവെൻഷന് വേണ്ടി വിദേശത്ത് നിന്ന് കടന്നു. ആ ദൈവദാസൻ, അദ്ദേഹത്തിന്റെ പേര് ഇന്ന് കർത്താവിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ SB ഏണസ്റ്റ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വളരെ വരപ്രാപ്തനായിരുന്നു, വളരെ ദൈവകൃപയുള്ള ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിലൂടെ കുരുടർ വരെ കാഴ്ച പ്രാപിച്ചതായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ വളരെ വരപ്രാപ്തനായി ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ അദ്ദേഹം കൂടുതൽ സമയം പ്രാർത്ഥിച്ചിട്ടാണ് കൺവെൻഷന് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസഭവനത്തിൽ താമസിക്കാതെ വേറൊരു വീട്ടില് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്ന മറ്റൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു, അക്കോർഡിയൻ വായിക്കുന്ന ചെല്ലക്കുമാർ എന്ന് പറയുന്നൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ അവർ താമസിക്കുന്ന ഭവനത്തിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് ആ ദേവദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുവാൻ താല്പര്യം. അദ്ദേഹം പറഞ്ഞു, വിത്തിൻ 5 minutes യു വിൽ റിസീവ്. 5 മിനിറ്റ് കൊണ്ട് നിനക്ക് അഭിഷേകം കിട്ടും. എന്നിട്ട് തന്നെ സഹായിക്കുന്ന ആ ദൈവദാസനെ, മറ്റാ സഹോദരനായ ദൈവദാസനോട് പറഞ്ഞു, ടേക്ക് ദിസ് ബോയ് ആൻഡ് പ്രേ. ഈ പൈതലിനെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാം. അങ്ങനെ വീടിന്റെ ഒരു സിറ്റ് ഔട്ടിൽ അരത്തിന് കെട്ടിയിരിക്കുന്ന, അരഭിത്തി കെട്ടിയിരിക്കുന്ന സിറ്റ് ഔട്ടിൽ സാധാരണ രീതിയിൽ ഇരുന്ന് ഒരു സാധാരണ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ പാപമൊക്കെ ക്ഷമിക്കണം, എനിക്ക് അഭിഷേകം തരണം. പെട്ടെന്ന് ഈ ദൈവദാസൻ എന്റെ അടുക്കൽ വന്നു. അദ്ദേഹം കൺവെൻഷന് വേണ്ടി നോട്ട്സ് പ്രിപ്പയർ ചെയ്യായിരുന്നു തോന്നുന്നു. അദ്ദേഹം കടന്നു വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം ഒരു പ്രവാചകൻ കൂടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ 2 സംശയങ്ങളുണ്ട്. ഞാനിങ്ങനെ പാസ്റ്റർ നോക്കി, യെസ് പാസ്റ്റർ, ടെൽ മീ. അദ്ദേഹം പറഞ്ഞു, നാം നമ്മുടെ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. എന്നാൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു സംശയമാണ്. വാസ്തവമായിരുന്നു. ഞാനും അഭിഷേകം പ്രാപിക്കാനൊക്കെ ഇരിക്കുമ്പോൾ എന്റെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്നൊരു സംശയം, നമ്മുടെ പാപങ്ങളൊക്കെ കർത്താവ് ക്ഷമിച്ചുവോ, അതോ ഇനി ഒരു 2-3 ദിവസമൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പക്ഷേ ക്ഷമിക്കുമായിരിക്കുമോ, അങ്ങനെ ഒരു സംശയം. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് യോഗം അവസാനിക്കും. നമ്മൾ പാടുന്നുണ്ട്, യാന്ത്രികമായി പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സ് ഏകാഗ്രമായിരുന്നില്ല. ആ ദേവദാസൻ രണ്ടാമത് എന്നോട് പറഞ്ഞത്, നോക്കൂ, ദ ലോർഡ് ഗീവ്സ് യു ഹോളി സ്പിരിറ്റ് നോട്ട് ബിക്കോസ് യു ആർ ഹോളി ബട്ട് ടു മേക്ക് യു ഹോളി. നീ വിശുദ്ധനായതുകൊണ്ടല്ല, നിന്നെ വിശുദ്ധനാക്കേണ്ടതിനാണ് ദൈവം പരിശുദ്ധാത്മാവ് നൽകുന്നത്. അതെ, പരിശുദ്ധാത്മാവിനെ കൂടാതെ ഒരു വിശുദ്ധീകരണ ജീവിതം നയിക്കുമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ലല്ലോ. അദ്ദേഹം അത് പറഞ്ഞിട്ട് എന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കാൻ. പെട്ടെന്ന് എനിക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയും. പെട്ടെന്ന് കർത്താവിനെ കണ്ടു എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും അക്ഷരാർത്ഥത്തിൽ ഞാൻ കണ്ണടച്ചിരിക്കുന്നുവെങ്കിലും ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത് എനിക്ക് ആത്മാവിൽ അനുഭവിപ്പാൻ, അല്ലെങ്കിൽ തിക് പ്രസൻസ് ഓഫ് ഗോഡ് എനിക്ക് അനുഭവിപ്പാൻ കഴിയും. പെട്ടെന്ന് എന്റെ ഹൃദയം ദൈവസ്നേഹത്താൽ നിറയുവാൻ തുടങ്ങി. വളരെ ദൈവസ്നേഹത്താൽ നിറയാൻ. അങ്ങനെ ഞാന് നന്ദി കർത്താവേ, നന്ദിയല്ല, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. എന്റെ ഹൃദയം സന്തോഷത്താൽ, സ്നേഹത്താൽ പൊട്ടിപ്പോകുന്നൊരനുഭവം. പെട്ടെന്ന് ഞാൻ അറിയാതെ അന്യ ഭാഷകളിൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. 1981 ജനുവരി 24 ആ അനുഭവം എനിക്കുണ്ടാകുന്നത്. നോക്കുക, ഞങ്ങൾ 3 പേര് മാത്രം. നമ്മൾ ദൈവവചനത്തിൽ പറയുന്ന പോലെ കൈവപ്പിനാൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്ന ആ ഒരു അനുഭവം കർത്താവ് എനിക്ക് അന്ന് നൽകി. അത് വലിയ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഒരു പാട്ടൊക്കെ ഇങ്ങനെ പാടി ചിലരൊക്കെ പറയുന്ന പോലെ പ്രത്യേക രീതിയിൽ അതിന്റെ താളം കൂട്ടുകയോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് താളം കൂട്ടുകയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും കാതിൽ പറഞ്ഞു തന്ന് ഇങ്ങനെ ഉത്സാഹിപ്പിക്കുക ഒന്നുമല്ല. ഇതൊന്നും സംഭവിച്ചില്ല. അങ്ങനെയൊക്കെയുള്ള മീറ്റിങ്ങുകളിൽ അല്ലെങ്കിൽ വളരെ കാത്തിരിപ്യോഗങ്ങളും അനേകർ അഭിഷേകം പറയുന്ന വലിയ കൂട്ടങ്ങളിലൊക്കെ ഇരുന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അവിടെയും കിട്ടുന്നവരുണ്ട്, എന്റെ സമീപത്തുള്ള പലർക്കും കിട്ടിയിട്ടുണ്ട്. തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെട്ടത്. അത് കഴിഞ്ഞ് എന്റെ കണ്ണു തുറന്നു നോക്കുമ്പോൾ പ്രകൃതിക്കൊക്കെ വല്ലാത്ത സൗന്ദര്യം, നടക്കുമ്പോൾ ഭാരമില്ലാത്തൊരനുഭവം, വളരെ പഞ്ഞിക്കെട്ട് പറന്നു പോകുന്നത് പോലെ വലിയ ഒരു ശാന്തത. അങ്ങനെ അന്ന് ദൈവസ്നേഹത്താൽ ഞാൻ നിറയപ്പെട്ടപ്പോൾ എന്റെ ഹൃദയത്തിലെ വലിയ ആഗ്രഹമുണ്ടായി, കർത്താവിന് ശുശ്രൂഷ ചെയ്യണം, ദൈവത്തിന് ശുശ്രൂഷ ചെയ്യണം. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ എന്റെ പശ്ചാത്തലം പറഞ്ഞല്ലോ. എന്റെ ഫാദറ്, എന്റെ സ്റ്റെപ്പ് മദർ, ബ്രദറ്, സിസ്റ്ററും ബ്രദറും അവര് ബോംബെയുടെ പ്രദേശത്തായിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അനേക ഭാഷകള് വശമായിരുന്നു. അവധിക്ക് നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ വളർന്നത് ഗ്രാൻഡ് പേരൻസിന്റെ കൂടാണ്. അവരൊക്കെ കൃഷിക്കാരാണ്. അപ്പൊ എനിക്കന്നറിയാവുന്നത് മലയാളം മാത്രമാണ് ആ ചെറിയ കാലങ്ങളിൽ. എന്റെ സഹോദരനും സഹോദരിയും അവധിക്ക് വരുമ്പോൾ അവര് തമ്മിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ നന്നായി സംസാരിക്കും. പക്ഷെ അന്ന് എനിക്ക് ഹിന്ദിയോ വേണ്ട വിധം ഇംഗ്ലീഷോ ഒന്നും അറിയത്തില്ല, മലയാളം മാത്രം അറിയും. അപ്പൊ എന്റെ ഹൃദയത്തില് അല്പമായ വിഷമം തോന്നിയിട്ടുണ്ട് ചെറിയ പ്രായത്തില്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെട്ടപ്പോൾ കർത്താവിന്റെ വേല ചെയ്യണമെന്നൊരു ഭാഗം, എന്നാൽ മറുഭാഗത്ത് എനിക്കും ലോകത്തിലെ അല്ലെങ്കിൽ എന്റെ സഹോദരങ്ങളുടെ മുമ്പില് വലിയവനായി തന്നെ അവരവിടെ ബോംബെയില് ഒരാള് മെക്കാനിക്കൽ എഞ്ചിനീയർ, കെമിക്കൽ എഞ്ചിനീയറിങ്ങിനൊക്കെ പഠിച്ച് അങ്ങനെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നാട്ടിലാണ് വളർന്നത്. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോഴേ കർത്താവിന്റെ വേലയ്ക്ക് വരണം എന്നുള്ള താല്പര്യത്തോടുകൂടെ അതിനുശേഷം 1982 ഞാന് കൊട്ടാരക്കരയുള്ള ഒരു സഭാ വിഭാഗത്തില് ചേർന്ന് ശുശ്രൂഷിപ്പാനായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചു. പക്ഷേ അന്ന് ആ പ്രത്യേക സമൂഹത്തിന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശേഷം 3 വർഷം തികഞ്ഞെങ്കിലേ അവര് സുവിശേഷ വേലയ്ക്കായി വേർതിരിക്കൂ എന്ന് ഒരു നിയമം ആ വർഷം വന്നു. അതുകൊണ്ട് അവരെ അതിന്റെ ആപ്ലിക്കേഷൻ പോസ്റ്റ്പോൺ ചെയ്തു, മാറ്റിവെച്ചു. എന്നാൽ അല്പസമയം വിശ്വാസ ഭവനത്തിൽ തന്നെ താമസിക്കുവാനായിട്ട് എനിക്ക് ഇടയായി. അങ്ങനെ അവിടെ ഫെബ്രുവരി മാസമാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. അവിടെ ഏതാണ്ട് സെപ്റ്റംബർ മാസം വരെ ഞാൻ അങ്ങനെ അവിടെ ഇരിക്കുകയും ആ വിശ്വാസ ഭവനത്തിൽ തന്നെ ആയിരിക്കുകയും ചെയ്തു. തുടർന്ന് എനിക്ക് 1982 സെപ്റ്റംബർ മാസം എന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ ആ സഭയിൽ തന്നെ ഒരു സെൻട്രൽ പാസ്റ്ററായിട്ട് നോർത്ത് ഇന്ത്യയില് ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോകേണ്ടതായ ഒരു അത്യാവശ്യമുണ്ടായി. അങ്ങനെ ഞാന് 1982 സെപ്റ്റംബർ മാസം അതായത് ഡൽഹിയുടെ പ്രദേശത്തേക്ക് 18-ാം തീയതി ആയപ്പോഴത്തേന് ഡൽഹിയുടെ പ്രദേശത്തേക്ക് ഞാൻ എത്തിച്ചേർന്നു. അവിടെ നിന്ന് ഞാൻ പഞ്ചാബിൽ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി. എന്റെ പിതാവിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ദേവദാസനോടൊപ്പം അവിടെ ചില ദിവസങ്ങള് അമൃത്സറിലും സാംബായിലും ഒക്കെ ആ പഞ്ചാബിന്റെ പ്രദേശത്തെ അവിടെ ആയിരിക്കാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. ആ സമയത്ത് ജമ്മു, ദാരിവാൾ ഒക്കെ സന്ദർശിക്കാനും അവിടെ വിശ്വാസ വീട്ടിൽ താമസിക്കുവാനൊക്കെ ഇടയായി. തുടർന്ന് ഒക്ടോബർ മാസം എനിക്ക് ഡൽഹി കൺവെൻഷനോടുള്ള ബന്ധത്തില് 13-ാം തീയതി 13-ാം തീയതി ഡൽഹി കൺവെൻഷനോടുള്ള ബന്ധത്തിൽ അവിടേക്ക് വരുവാനിടയായി. എന്നാൽ അവിടെ വന്നപ്പോൾ എന്റെ ചില സ്നേഹിതരെയൊക്കെ കണ്ടു. അങ്ങനെ അവരോടൊപ്പം ചില ദിവസം താമസിച്ച് എനിക്ക് അവിടെ ഒരു ജോലിയൊക്കെ കരസ്ഥമായി. എന്നാൽ ആ ജോലി കുറച്ചു ദിവസം ചെയ്തു എങ്കിലും എനിക്ക് അതിലത്ര തൃപ്തി വന്നില്ല. എന്നാൽ അന്ന് അവിടെയായിരുന്ന ദേവദാസന്മാര് എന്നോട് പറഞ്ഞു, നീ കർത്താവിന്റെ വേലയ്ക്കായിട്ടാണല്ലോ, അങ്ങനെയെങ്കിൽ ആ 3 വർഷം തികയുന്നതിന് വരെ വിശ്വാസഭവനിൽ തന്നെ താമസിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ സമ്മതിച്ച്
വീണ്ടും ഡൽഹിയുടെ പ്രദേശത്തെ 1982 നവംബർ മാസം ആരംഭത്തിൽ ആദ്യ ആഴ്ചയില് ആ വിശ്വാസ ഭവനത്തില് താമസിക്കുവാൻ തുടങ്ങി. അവിടെ താമസിക്കുമ്പോൾ തന്നെ ലോക്കൽ ചർച്ചുകളില് ദേവദാസന്മാരുടെ അഭാവത്തില് അല്ലെങ്കിൽ മീറ്റിംഗ് എടുക്കാനായിട്ട് എനിക്ക് പോകണം. അങ്ങനെ ഒരു ഞായറാഴ്ച ഫരീദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ കടന്നുപോയി. രാവിലത്തെ ആരാധന കഴിഞ്ഞു. വൈകിട്ട് ഗാസിയാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വൈകിട്ടത്തെ ആരാധനയ്ക്കായിട്ട് എനിക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ടായിരുന്നു. അവിടെ പോകുന്ന സമയത്ത് വളരെ ചൂടുള്ള സമയം. അവിടെ എനിക്ക് സൂര്യാഘാതം അല്ലെങ്കിൽ സൺസ്ട്രോക്ക് അനുഭവപ്പെട്ടു. പക്ഷെ അപ്പോഴെനിക്ക് മനസ്സിലായില്ല ഇത് സൂര്യാഘാതമാണ് എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ബസട്ട എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡിലേക്ക്, ഡൽഹി ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് തിരിച്ചെത്തി. പക്ഷെ വളരെ ദാഹം തോന്നി, വല്ലാത്ത അസ്വസ്ഥത തോന്നി. അന്ന് പശ്ചിമ ബിഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ് വിശ്വാസ ഭവനത്തിൽ ഞാൻ താമസിക്കുന്നത്. അവിടെ എത്തി പെട്ടെന്ന് എനിക്ക് വളരെ അക്യൂട്ടായ തലവേദന അനുഭവപ്പെട്ടു. ഏതാണ്ട് ഒരാഴ്ച 8 ദിവസത്തോളം വല്ലാത്ത തലവേദനയായി. പിന്നെ അതിനൊരു അല്പ ശാന്തത വന്നു. പിന്നെ അതിനെ തുടർന്ന് വീണ്ടും എനിക്ക് വല്ലാത്ത മലേറിയയും അതോടൊപ്പം ഡിസെൻട്രിയും ഒരുമിച്ച് ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അതിനാൽ ഞാൻ ബാധിക്കപ്പെട്ടു. ഇത് അങ്ങനെ വളരെ ഞാൻ ഈ രോഗത്താല് പ്രയാസപ്പെട്ടു വിടുവാനിടയായി തീർന്നു. ഭക്ഷണം കഴിക്കാനൊക്കത്തില്ല, വെള്ളം മാത്രം കുടിക്കും, ഛർദിക്കും. രാവിലെ മലേറിയ ആയാലും വലിയ ഷിവറിങ് അല്ലെങ്കിൽ വല്ലാത്ത ഭാരം ഉണ്ടാകും. ഭക്ഷണം ഒന്നും കഴിച്ചാൽ അതിന്റെ സ്മെല്ല് കേട്ടാൽ വന്നാൽ പോലും എനിക്ക് ഛർദിൽ വരും. അന്ന് എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന 2 ദൈവദാസന്മാർ, ഒരാളെ ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ദൈവവേലയ്ക്കായിട്ട് കടന്നു വന്ന ഒരു സഹോദരൻ. താന് പൂർണ്ണമായി ശുശ്രൂഷയിലേക്ക് വന്നില്ല, എങ്കിലും വരാനുള്ള താല്പര്യത്തോടെ വിശ്വാസ ഭവനത്തിലായിരിക്കുന്നു. അപ്പൊ ആ കാലഘട്ടത്തിൽ എനിക്ക് ഏതാണ്ട് അനേക ദിവസങ്ങൾ ഞാൻ നിരന്തരമായി രോഗ അവസ്ഥയിലായിരുന്നു, ഏതാണ്ട് 1 മാസത്തിൽ കൂടുതൽ. അതിന്റെ ഫലമായിട്ട് ഞാൻ വളരെ ക്ഷീണിതനായി തീർന്നു. ഞാൻ അനീമിക്കായി, ഈ രോഗത്തിന് കുറവില്ലാതായി, വളരെ ശാരീരികമായി വളരെ ക്ഷീണിതനായി തീർന്നു. ഇതിനിടയിൽ അതിനു മുൻപ് തന്നെ എന്റെ മാതാവിനെ അന്ന് ഡൗറിയായിട്ട് കൊട്ടാരക്കര സ്ഥലം കൊടുത്തിരുന്നു. അത് പപ്പ വിറ്റു, എന്റെ പേരിൽ ബാങ്കിലുണ്ടായിരുന്നു കുറെ. അപ്പൊ ഞാന് മരിക്കും എന്നെനിക്ക് തോന്നി. വളരെ ക്ഷീണിതനായി, വളരെ ആവശ്യതയിലാണ്. എനിക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോഴും വയറ്റിൽ നിന്ന് രക്തം കട്ടയായി പോകുന്നുണ്ട്, ഡിസെൻട്രി മൂലമായിട്ട്. ഷിവറിംഗ് ഉണ്ട്, രാവിലെ മലേറിയ വരും, വെറും വെള്ളം മാത്രമേ കുടിക്കാൻ പറ്റൂ. അങ്ങനെ വളരെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. വൈകുന്നേരങ്ങളാകുമ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ മരിക്കും. അവിടെ ഒരു റിട്ടയർഡ് നേഴ്സ് ദേവദാസി ഉണ്ടായിരുന്നു. അദ്ദേഹം പുഷ്പസ്മിത് എന്നാണ് പേര്. അവര് വന്നിട്ട് പറഞ്ഞു, സൺ, വളരെ നീ അനീമിക്കാണ്, വളരെ രക്ഷപ്പെടാൻ പ്രയാസമാണ്, ദൈവം എന്തെങ്കിലും പ്രവർത്തിച്ചേ പറ്റൂ. ആ സമയത്ത് ഞാൻ എന്നെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സുരേന്ദ്രൻ എന്ന് പറയുന്ന സഹോദരനോട് പറഞ്ഞു, സഹോദര, പപ്പയൊക്കെ വിവരം അറിയിച്ചു ബോംബെയിലെ. ഒരുപക്ഷെ അദ്ദേഹം വരുന്നതിന് മുൻപ് ഞാൻ മരിച്ചു പോയാൽ പപ്പയോട് പറയണം, എന്റെ ഈ ബാങ്ക് ബാലൻസ് ദൈവവേലയ്ക്കായിട്ട് കൊടുക്കണം. ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ അത് വേലയ്ക്കായിട്ട് കൊടുക്കണം എന്ന് സുരേന്ദ്രൻ എന്ന് പറയുന്ന ദേവദാസനോട് പറഞ്ഞു. അദ്ദേഹവും മറ്റൊരു ദേവദാസൻ ജോസഫ് മുതലാളി എന്ന് പറയുന്ന വേറെ ദേവദാസൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വളരെ വിഷമം തോന്നി. മറ്റും ദേവദാസന്മാർ അവിടെ ഉണ്ട്. എന്നാൽ ഇവര് വളരെ ഭാരത്തോടെ, വളരെ ദുഃഖത്തോടെ എന്റെ 2 കരവും പിടിച്ച് പ്രാർത്ഥിക്കുവാനുണ്ട്. എനിക്ക് ശബ്ദം എടുക്കാൻ പ്രയാസം, അത്രയ്ക്ക് ക്ഷീണിതനാണ്. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തമായി എന്റെ മേല് വന്നു. ഞങ്ങൾ 3 പേരും ഏതാണ്ട് ഒരു 1/2 മണിക്കൂർ അതിശക്തമായിട്ട്, എവിടുന്ന് ആ ശബ്ദവും അത്രയും ആരോഗ്യം എനിക്ക് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, വളരെ ശക്തിയോടുകൂടി അന്യഭാഷയില്
അരമണിക്കൂർ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ സംസാരിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതിന്റെ അനന്തരഫലമായിട്ട് ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുതം നടന്നു. എ റിയൽ മിറക്കിൾ. ആ നിമിഷം തന്നെ കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യം. ഇന്ന് രാവിലെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി ഇരുപ്പാൻ തക്കൊണ്ട് ദൈവം എന്നെ ബലപ്പെടുത്തി. അങ്ങനെ അതിനെ തുടർന്ന് അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, കർത്താവെ, ഇത് എനിക്ക് ദൈവം തന്ന രണ്ടാമത്തെ ജീവിതം. ഇറ്റ്സ് എ സെക്കൻഡ് ലൈഫ്. ഞാൻ ഇവിടെ മരിച്ച പഹാഡ്ഗഞ്ചിലെ സെമിത്തേരിയിൽ ഡൽഹിയിൽ അടക്കപ്പെടേണ്ടവനാണ്. എന്നാൽ ദൈവം എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നതുകൊണ്ട് ഇനിയുള്ള ജീവിതം എന്റെ കർത്താവിന്റെ സേവ ചെയ്തുകൊണ്ട്, ശുശ്രൂഷ ചെയ്തുകൊണ്ട് ജീവിക്കാം എന്ന തീരുമാനത്തിലേക്ക് വരികയും അങ്ങനെ പൂർണ്ണമായി കർത്താവിന്റെ വേലയ്ക്കായി എന്നെ സമർപ്പിച്ചു. അവിടുന്ന് 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കും ഈ പറയുന്ന സഹോദരൻ സുരേന്ദ്രനും കൂടെ ഞങ്ങൾക്ക് മദ്രാസ് വരെ യാത്ര ചെയ്ത് വരാനുള്ള ആരോഗ്യം എന്റെ ദൈവം എനിക്ക് നൽകി. അങ്ങനെ ഞാൻ മദ്രാസിലേക്ക് കടന്നു വന്നു. തുടർന്ന് അവിടെ ദൈവവേലയ്ക്കായിട്ട് അങ്ങനെ 84 ഫെബ്രുവരി 97 വരെ ആ പ്രദേശങ്ങളിലൊക്കെ കർത്താവിന്റെ വേലയിലായിരിക്കാൻ എനിക്ക് ദൈവം സഹായിച്ചു. ആ സമയങ്ങളിൽ അനേക ഭാഷ പഠിക്കാൻ ദൈവം എനിക്കിടയായി. തമിഴും ബംഗാളിയും ഒറിയായും ഒക്കെ പഠിക്കാൻ ആ സമയത്ത്, ഹിന്ദി ഇത്യാദി പല ഭാഷകളെ അവരുടെ ലോക്കൽ ലാംഗ്വേജ് ഇപ്പൊ പഠിക്കുവാനിടയായി. അവിടെ ഞങ്ങൾ യൂത്ത് മിനിസ്ട്രികൾ ആരംഭിച്ചു. ഏതാണ്ട് അനേകര് ഒറീസയിൽ ഏതാണ്ട് 5 വർഷം കർത്താവിന്റെ വേലയോടെ ആയിരുന്നപ്പോൾ ഒറീസയുടെ അനേക ഗ്രാമങ്ങളില് യൂത്തുമായി കടന്നു പോകാന്, സുവിശേഷം അറിയിക്കുവാന് ഒക്കെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തീവ്രമായിട്ടുള്ള ക്രിസ്ത്യനെ എതിർത്ത പല ആളുകളും, പേര് പറയുന്നില്ല, ഞങ്ങളെ പോകുന്ന ബസ്സിൽ വെച്ച് കാണാനും അവരുമായിട്ടൊക്കെ സംവാദങ്ങൾ നടന്നു. അവിടെയൊക്കെ ജീവഹാനി വരാമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ കരുണയാൽ ദൈവം അവിടെ നിന്നൊക്കെ ഞങ്ങളെ സൂക്ഷിച്ചു. പലപ്പോഴും ഞങ്ങൾക്ക് ടീമുമായിട്ട് പോയി ഫുൾബാണി മറ്റ് പല സ്ഥലങ്ങളില് ഒക്കെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ബസ് കിട്ടാതെ രാത്രിയിൽ കടത്തിണ്ണയിലൊക്കെ വളരെ പ്രയാസവും പ്രതികൂലവുമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അനേക ഗ്രാമങ്ങളിൽ കടന്നുപോയി ആഴ്ചകൾ താമസിച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ, അവരുടെ ഭാഷ പഠിച്ച് അവരോടൊപ്പം ചെയ്യുവാനൊക്കെ വേല ചെയ്യാൻ ദൈവം സഹായിച്ചു. ആ നാളുകളിൽ അനേകര് സ്റ്റുഡൻസ്, ഏതാണ്ട് 45ഓളം സ്റ്റുഡൻസ് 5 വർഷത്തില് കർത്താവിനെ സ്വീകരിക്കാന്, സ്നാനമെടുക്കാന്, അനേകരെ കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്കായിട്ടൊക്കെ കടന്നു വരുവാൻ ഒക്കെ ഇടയായി. അങ്ങനെ കടന്നുപോയ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊക്കെ കൂടിവരവുകളെ, വിശ്വാസ ഭവനങ്ങളെ അല്ലെങ്കിൽ ഫെയ്ത്ത് ഹോമുകളൊക്കെ ഇന്ന് അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങള് ആ ദിവസങ്ങൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ശനിയാഴ്ച ഒരു 2 മണിക്കൂർ ഒറ്റ കാര്യം, കർത്താവെ വി നീഡ് എ റിവൈവ്. അതിന്റെ ഫലമായി ദൈവം ശരിക്കും ഒരു ഉണർവ്. അന്ന് ഞങ്ങൾ ആ പ്രദേശങ്ങളിൽ കടന്നു പോകുമ്പോൾ കൂട്ടായ്മകളിലൊക്കെ, കുടിവരകളിലൊക്കെ മലയാളി, തമിഴ്, തെലുങ്ക് ഇവരുടെ പ്രാതിനിധ്യമാണ് കൂടുതൽ. തദ്ദേശവാസികൾ അല്ലെങ്കിൽ ഒറിയാക്കാരൊക്കെ വളരെ വിരളമായിട്ട് ഒരു ഭവനത്തിന് ഒരാളോ ഒരു സഹോദരിയോ അല്ലെങ്കിൽ സഹോദരനോ ഒക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് ദൈവം അവിടെ ഉണർവ് അയച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ആ പ്രാദേശിക സഭകളിലൊക്കെ നോക്കുകയാണെങ്കിൽ കൂടുതലും അന്ന് തമിഴ് ചർച്ച്, മദ്രാസി സഭ എന്നൊക്കെ അറിയപ്പെട്ടത്. എന്നാൽ ഇന്ന് അവിടെ ഒക്കെ ദൈവകൃപയാൽ തദ്ദേശികളായിട്ടുള്ള ദൈവത്തിന്റെ കൃപ. തുടർന്ന് 97-ാമത്തെ വർഷം ഡൽഹിയുടെ പ്രദേശങ്ങളിലേക്ക്, ബീഹാർ, തുടർന്ന് ഡൽഹിയുടെ പ്രദേശങ്ങളില് ഒക്കെ പല സ്ഥലങ്ങളില്, UP-യില്, ഡൽഹിയില് പല സ്ഥലങ്ങളിലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. അങ്ങനെ അവിടെയും പല ഭാഷകൾ പഠിക്കാന്, ഭാഷക്കാരോടൊപ്പം കർത്താവിന്റെ വേല ചെയ്ത്
ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി പ്രവർത്തിപ്പാൻ ദൈവം എനിക്ക് ഇടയാക്കി. വീണ്ടും അവിടുന്ന് എനിക്ക് UP അലഹബാദിലേക്ക് പോയി അവിടുന്ന് നോർത്ത് ഈസ്റ്റ്, നാഗാലാൻഡ്, ദിമാപൂർ ആ പ്രദേശങ്ങളിലൊക്കെ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. പിന്നെ മേഘാലയ, ഷില്ലോങ്ങില് അവിടുന്ന് മേഘാലയ എന്ന് പറയുമ്പോൾ 3 ട്രൈബ്സ് അല്ലെങ്കിൽ ഗാരോസ്, ഖാസി, ജൈന്ത്യ. അപ്പോൾ ഗാരോ ഹിൽസ് 3 ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ കടന്നുപോയി പൈനീർ വർക്ക് ചെയ്യാനും അവിടെ കർത്താവിൽ അനേക ആത്മാക്കളെ നേടാനും ഒക്കെ ദൈവം, അവരുടെ ഭാഷ പഠിക്കാനും ഒക്കെ ദൈവം, നോർത്ത് ഈസ്റ്റിലെ ഭാഷ പഠിക്കാനൊക്കെ കർത്താവ് കൃപ ചെയ്യും. അങ്ങനെ അതിന്റെ ഫലമായിട്ട് ആ പ്രദേശങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റിലും മിസോറാം, ത്രിപുര, നാഗാലാൻഡ്, മേഘാലയയുടെ വിവിധ സ്ഥലങ്ങള് ഇവിടെയൊക്കെ കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. നാഗാലാൻഡ് ഒരു ചെറിയ സ്ഥലം. പണ്ട് ഞങ്ങള് ഈ നോർത്ത് ഈസ്റ്റിനെ പൊതുവെ വിചാരിച്ചിരുന്നത് എല്ലാം ഏതാണ്ടൊക്കെ ഒരുപോലെ ഇരിക്കുന്നുണ്ട് നാഗാലാൻഡ് എന്നാണ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കിയത് അവിടെ 7 സംസ്ഥാനങ്ങളുണ്ടെന്നും നാഗാലാൻഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിൽ തന്നെ 14 ഭാഷക്കാരുണ്ടെന്നും ഈ ഒരു ഭാഷയ്ക്കും മറ്റൊരു ഭാഷയ്ക്കും നമ്മൾ ഒരു ബന്ധവുമില്ല. ഇപ്പോൾ നാഗാലാൻഡിൽ തന്നെ സേമ, ഖാസികള്, ജൈന്ത്യ, ആവോ, ഇങ്ങനെ വിവിധ 14 ഭാഷക്കാരുണ്ട്. അവരുടേതെല്ലാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങള്, അവരുടെ വസ്ത്രധാരണങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. മേഘാലയയിൽ തന്നെ 3 വിധത്തിലുള്ള പ്രധാനമായിട്ട് ഗാരോസ്, ഖാസി ഹിൽസ്, ജൈന്ത്യ ഹിൽസ്, വിവിധമായ ഭാഷ, അവരുടെയും കൾച്ചർ അല്ലെങ്കിൽ അവരുടെയും ആചാരങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും അവിടെ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഗ്രാസ് റൂട്ട് ലെവലില് ഒറീസയിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും സാധാരണക്കാരുടെ കൂടെ കടന്നുപോയി അവിടെ താമസിച്ച് അവരുടെ ഭാഷ പഠിച്ച് അവരുടെ ആഹാരം കഴിച്ച് അവരോടൊക്കെ സുവിശേഷം അറിയിക്കാൻ. ഈ പാസ്റ്റർ ഇവിടെയൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും എതിർപ്പുകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടോ? അതെ, പലയിടത്തും നമുക്ക് എതിർപ്പുകളെ, ജീവൻ തന്നെ അപകടപ്പെടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പല സന്ദർഭങ്ങളുണ്ട്. ഞാൻ ആ വ്യക്തിയുടെ പേര് വെളിപ്പെടുത്തുന്നില്ല, കാരണം ഇത് യൂട്യൂബിലൊക്കെ ആയതുകൊണ്ട്. വളരെ എതിർപ്പുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ അവിടെ വെച്ച് കാണാനിടയായി. ഞങ്ങളുടെ യാത്രയില് ഞങ്ങള് ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതായത് സുവിശേഷ വിരോധികൾ ഞങ്ങളെ വളഞ്ഞു. ഒറീസയിൽ അദ്ദേഹത്തിന് പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ മരണത്തോട് ശേഷമാണ് ഒറീസയിലെ വലിയ ക്രിസ്ത്യാനികൾക്കെതിരായ പീഡകളൊക്കെ ഉണ്ടായത്. വലിയ പീഡകളൊക്കെ ഉണ്ടാകാൻ ഇടയായിട്ടുണ്ട്. അതല്ല, അതിനുശേഷം ഗ്രഹാം സ്റ്റെയിന് ശേഷം അവിടെ ഒരാള് കൊല്ലപ്പെടുവാൻ ഒരു തീവ്രവാദ അപ്പൊ അതിനെ തുടർന്നാണ് പിന്നീട് ഒരു വലിയ തീവെപ്പും വലിയ വിഷയങ്ങളുണ്ടായി. അപ്പൊ ആ പ്രദേശങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവരെ സുവിശേഷ വിരോധികൾ ഞങ്ങളെ വളഞ്ഞു. പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലായില്ല. അപ്പോഴത്തേന് ഞങ്ങൾക്ക് പോകേണ്ട അവിടുന്ന് ചെറിയ ഒരു ബസ്സിലാണ്. അവിടുന്ന് സ്റ്റുഡൻസ് വന്നു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടുത്തെ ദേവദാസന്മാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ അവര് പറഞ്ഞു, കർത്താവിന്റെ ദാസനെ, നിങ്ങളെ ദൈവം ശരിക്കും രക്ഷിച്ചതാണ്. കാരണം അതിന്റെ കാരണം എന്ന് പറയുന്നത് ദൈവം ഈ പറയുന്ന വ്യക്തികള് അവിടുത്തെ ദേവദാസന്മാരെ ഒരിക്കൽ തലമുണ്ടനം ചെയ്ത് അവരെ മനുഷ്യക്കുരുതിക്ക് വേണ്ടി ഇവരെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി അവിടെ വിടുവിച്ചു. പലപ്പോഴും ഞങ്ങൾ അങ്ങനെയുള്ള പ്രദേശങ്ങളില് ഈ ടീമുമായിട്ട് പോകുമ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ ചിലപ്പോൾ ബസ് നഷ്ടപ്പെടും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? അവിടെ പരിചയമില്ല. പിന്നെ ഞങ്ങൾ പറയും അവിടെ എവിടെയെങ്കിലും ടയർ കട ഉണ്ടോ എന്ന് നോക്കാൻ പറയും. കാരണം ഈ ടയർ കട കൂടുതലും മലയാളികളാണല്ലോ. അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടയർ കടകൾ കാണും. അവിടെയൊക്കെ ചെന്നിരിക്കും. കാരണം ഒരു സുരക്ഷിതം, രാത്രി കാലങ്ങളിൽ കഴിയാനുള്ള സുരക്ഷിതം. ചിലപ്പോൾ ഞങ്ങൾ തിണ്ണയിൽ കിടന്ന് ഉറങ്ങേണ്ടതായിട്ട് വന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആണ് എൻ്റെ കൂടെ വരുന്നത്.
അവിടുത്തെ ഭാഷക്കാരും അല്ലാത്തവരും ഒക്കെ. എന്നാൽ അതൊക്കെ ഒരു ചലഞ്ചിങ് മിനിസ്ട്രി ആയിരുന്നു. അനേക മൈലുകൾ ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലൂടെ കടന്നുപോയി സുവിശേഷം അറിയിക്കാനൊക്കെ നല്ല അവസരമായിരുന്നു. അതൊക്കെ അന്ന് ചെറുപ്പമായിരുന്നു. വളരെ നല്ല ഒരു അനുഭവമാണ്. ഇന്ന് ഓർക്കുമ്പോൾ, തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം, ഉപദ്രവം അങ്ങനെ വല്ലതും കൊണ്ടിട്ടുണ്ടോ? ദൈവകൃപയാലെ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം, അടി കൊള്ളത്തക്ക വല്ല ദൈവം ഇല്ല. പക്ഷെ അങ്ങനെ ആപത്തുകൾ ഉണ്ടാകാമായിരുന്നിടത്തൊക്കെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ രക്ഷിച്ചു. അത് വളരെ നല്ലൊരു അനുഭവമായിരുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം, നമ്മൾ എവിടെല്ലാം കടന്നു, ചിലയിടത്തൊക്കെ ഞങ്ങൾ ചെന്ന് പറയും, ഞങ്ങള് രാവിലെ കട്ടക്കിൽ നിന്ന് തിരിക്കുമ്പോൾ 7 മണിക്കാണ് രാവിലെ തിരിച്ചാൽ വൈകിട്ട് 7 മണിക്ക് എത്തും. അത്ര ദൂരമാണ് ബസ്സിൽ. ഞങ്ങൾ പറയും അവിടെ ഒരു 3-4 ദിവസം താമസിക്കും, അവിടെ ഒരു ചെറിയ ഗ്രൂപ്പ് ഉണ്ടാക്കും, അവരെ പ്രാർത്ഥിച്ച് പരമേൽപ്പിക്കും. ഞങ്ങൾ പറയും, ഇനി ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരണമെങ്കിൽ ചിലപ്പോൾ 3 മാസം 6 മാസം, കാരണം എപ്പോഴും പോകാനൊക്കത്തില്ല, ദൂരമുണ്ട്. ഞങ്ങളിങ്ങനെ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിലേക്ക്, വിവിധമായ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. പക്ഷെ നമ്മൾ എവിടെയൊക്കെ പോയോ, ഇന്ന് അവിടെയൊക്കെ കർത്താവിന്റെ വേല സ്ഥലങ്ങള്, അനേക വിശ്വാസികളെ കൊണ്ടെന്നറിയാനൊക്കെ ഇടയായി. അത് വലിയ സന്തോഷമാണ്. നമ്മള് അവരുടേതായ ഭാഷകളെ, കുയി ലാംഗ്വേജ്, ഡിഫറെന്റ് ലാംഗ്വേജസ്, അവരുടെ ട്രൈബൽ ലാംഗ്വേജ് ഒക്കെ പ്രയാസമാണ്. പക്ഷെ ഞങ്ങൾ കൂടെ സ്റ്റുഡൻസ് അവിടുന്നുള്ള ആളുകളൊക്കെ ഉള്ളായതുകൊണ്ട് ഈ സ്റ്റുഡൻസ് കട്ടക്കിൽ പഠിക്കാൻ വരുമ്പോൾ അവരുടെ മൂലമാണ് ഞങ്ങൾ പോകുന്നത്. അവരെ കർത്താവിലേക്ക് വരുമ്പോൾ അവരുടെ കെയർ ഓഫിൽ അവരുടെ ഗ്രാമത്തിലേക്ക് ഞങ്ങൾ കടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾക്കൊരു ആ ഗ്രാമവുമായിട്ടൊരു സ്വീകാര്യത ലഭിക്കും. അവിടെ ചെന്ന് അവരുടെ കൂടെ താമസിക്കുക, അവരുടെ ആഹാരം കഴിക്കുക. അതുപോലെ നോർത്ത് ഈസ്റ്റിലൊക്കെ ആയിരിക്കുമ്പോൾ അവരുടെ ആഹാര രീതികൾ വ്യത്യാസമാണ്. നമ്മുടെ ഇവിടുത്തെ പോലെ ഫിലിപ്പിനോസ് ടൈപ്പ് ആഹാരമാണ്, ബോയിലാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ അവരെല്ലാം കഴിക്കും. കാരണം അവരുടെ കുറ്റമല്ല, അവരുടെ സർവൈവലിന് വേണ്ടി. അങ്ങനെയുള്ള, ഇപ്പൊ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഗാരോഗിൽസ് ഒക്കെ പറയുന്ന സ്ഥലത്ത് അവരെ ആനയെ വരെ കഴിക്കും, പാമ്പിനെ കഴിക്കും, മറ്റ് ചലിക്കുന്ന സകല പ്രാണികളെയും കഴിക്കുന്ന. കാരണം അവിടുത്തെ സിറ്റുവേഷൻ അതാണ്. പക്ഷെ ഞങ്ങള് അങ്ങനെ ഇതുവരെയും അറിഞ്ഞുകൊണ്ട് പട്ടിയൊന്നും കഴിച്ചിട്ടില്ല. നമുക്ക് തരത്തില്ല, കാരണം അതിന് വില കൂടുതലാണ് നാഗാലാൻഡില്. പക്ഷെ അവരുടെ ആഹാരം, അവർ തരുന്ന അവരുടേതായ ലോക്കൽ ആഹാരം ഞങ്ങളോട് ചോദിക്കും, ദേവദാസനെ നിങ്ങളുടെ ആഹാരം കഴിക്കുമോ? കഴിച്ചേ പറ്റൂ, നമുക്ക് പ്രാർത്ഥിച്ച് കഴിക്കുക എന്നുള്ളതാണ്. അത് കഴിയുമ്പോൾ മിക്കവാറും ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റുകളിലും, അപൂർവം കുറച്ച് സ്റ്റേറ്റുകളിലെ പോകാതിരുന്നിട്ടുള്ളൂ. ദൈവകൃപയാല് മിക്കവാറും എല്ലാം നോർത്ത് ഈസ്റ്റ്, വടക്കേ ഇന്ത്യ, അപ് ടു ജമ്മു, ബോംബെ, മധ്യ ഇന്ത്യകള് എല്ലായിടത്തും കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിപ്പാന്. തമിഴ്നാട് മുതൽ ആന്ധ്ര, ഒറീസ, ബംഗാൾ, ബീഹാർ, നാഗാലാൻഡിന്റെ പല സ്ഥലങ്ങള്, മിസോറാം, ത്രിപുര, അങ്ങനെ പല സ്ഥലങ്ങളിലും കടന്നുപോയി കർത്താവിനെ ശുശ്രൂഷിപ്പാന്. ഏതാണ്ട് പൂർണ്ണമായി ഫ്ലുവന്റ് അല്ലെങ്കിലും ഏതാണ്ട് ഒരു 10 ഭാഷയോളം ട്രൈബൽ ലാംഗ്വേജ് ഉൾപ്പെടെ പഠിക്കുവാൻ. ഞാൻ പറഞ്ഞു, എന്റെ സാക്ഷിയുടെ ആരംഭത്തിൽ പറഞ്ഞു, എനിക്ക് മലയാളം മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്റെ സഹോദരനും സഹോദരിയും വന്ന് ഇംഗ്ലീഷും ഹിന്ദിയും സംസാരിക്കുമ്പോൾ എനിക്ക് അവരോട് ആ ഭാഷ മനസ്സിലാകാത്തതിൽ ദുഃഖം തോന്നിയിട്ടുണ്ട്. എന്നാൽ കർത്താവിന്റെ വേലയിലേക്ക് കടന്നു വന്നതിന് ശേഷം എന്റെ കർത്താവ് എനിക്ക് വളരെ നല്ലവനായിരുന്നു. അനേക ഭാഷ പഠിക്കുക. ഞാൻ ഇന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ ആയിട്ടുണ്ടെങ്കിൽ, എന്റെ ശുശ്രൂഷയോ എന്റെ ജീവിതം എല്ലാം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഉണ്ട്. അനേക സ്റ്റേറ്റുകളിൽ കടന്നു പോയിട്ടുണ്ട്, ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലെ ഇനിയിപ്പോ അടുത്ത മാസത്തിനപ്പം ആന്ധ്രയ്ക്ക് ഒരു യൂത്ത് മീറ്റിങ്ങിനായിട്ട് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അങ്ങനെ വിശ്വാസ ജീവിതം. അതിനുശേഷം 2003 ഞാൻ അന്നായിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് വെളിയിൽ വരികയും തുടർന്ന് IPC-യുമായിട്ടുള്ള ബന്ധത്തില്, അന്ന് മുതൽ IPC ബന്ധമായിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. മാസ്റ്റേഴ്സ് ഓർഡിനേഷനൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഒരു എന്താണ് വിശ്വാസ ജീവിതം, ഒരു സപ്പോർട്ടില്ലാതെ, ഫിനാൻഷ്യൽ സപ്പോർട്ടോ മറ്റേ സ്പിരിച്വൽ കവറേജ് മാത്രം വെച്ചുകൊണ്ട് അനേക ഇടങ്ങളിൽ കടന്നുപോയി. മിഷണറി ബാഗുമായിട്ട് കടന്നു പോകും. പക്ഷെ ചെല്ലുന്നിടത്തൊക്കെ ദൈവം നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ അറിയാത്ത ഭാഷക്കാര്, ജാതിക്കാര്, കൾച്ചറ്, പക്ഷെ അവിടെയൊക്കെ ദൈവം വേണ്ടതായ ആത്മാക്കളെ തന്നിട്ടുണ്ട്.
ഇന്നും അവിടെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്ഥലം അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വിശ്വാസത്താല് ഇന്നും അവിടെയൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ വിശ്വാസത്താല് ഞാൻ ഓർക്കുന്നു, ഷില്ലോങ്ങില് ഞങ്ങളുടെ 3 പേര് വിശ്വാസി, അദ്ദേഹം വന്ന് ഹൈന്ദവ പശ്ചാത്തലത്തിൽ വന്ന ബീഹാറിയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒറിയ പശ്ചാത്തലത്തിൽ നിന്നാണ്. ഞാൻ ഒറീസയിൽ ഇരുന്നപ്പോഴും ബീഹാറിൽ ഇരുന്നപ്പോഴും അവരെ 2 പേരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അങ്ങനെ അവരുടെ കൂടെ ഞങ്ങള് 3 പേരെ കൊണ്ട് ഒരു ആരാധന സ്ഥലം പോലുമില്ല, കാത്തലിക്കിന്റെ സെന്റ് മാനൻസ് കോളേജിലെ ഒരു മുറി ഞങ്ങൾക്ക് ഫാദേഴ്സ് തരും. അവിടെ ആരാധിച്ചു. ഇന്ന് അനേക വിശ്വാസികൾക്ക് ദൈവം തന്നു. അദ്ദേഹം വന്ന മെഡിക്കൽ റെപ്രസെന്റേറ്റീവായിട്ട് ജോലി ചെയ്യുമായിരുന്നു. ഇന്ന് അദ്ദേഹം ജോലിയെല്ലാം വിട്ടിട്ട് വിശ്വാസത്തില് വളരെ ശക്തമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ കർത്താവ് അയക്കുന്നിടത്ത് അനേകരെ കർത്താവിന്റെ വേലയ്ക്കായിട്ട് എക്വിപ്പ് ചെയ്യുവാന് ദൈവം എനിക്ക് കൃപ ചെയ്തു. ഞാൻ പോയിടത്തൊക്കെ ആത്മാക്കളെ മാത്രമല്ല, സുവിശേഷ വേലയ്ക്ക് അനേകരെ കർത്താവിന്റെ കൃപയാല് കൊണ്ടുവരാനായിട്ട് ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ദൈവം തന്നൊരു കൃപയാണ്. ദൈവം എല്ലാത്തിനും നല്ലവനായിരുന്നു. അനേക അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾസ്. ചിലയിടത്തൊക്കെ ഭൂതങ്ങൾ വിട്ടുപോകുന്നുണ്ട്. ചിലരെ നമ്മൾ കൈവപ്പിനാലെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അനേക ഔട്ട്സ്റ്റാൻഡിങ് മിറക്കിൾസ്. എന്റെ ജീവിതത്തിൽ എനിക്ക് അത്ഭുത സൗഖ്യം ലഭിച്ചതുപോലെ തന്നെ കർത്താവ് മറ്റുള്ളവരെയും അസാധാരണമായ സൗഖ്യം, അത് നമ്മള് അങ്ങനെയുള്ളതായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, ഞാൻ മാത്രമല്ല, നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ദൈവം അവിടെ നമ്മുടെ സുവിശേഷത്തെ ഉറപ്പിക്കേണ്ടതിന് തിരുവചനത്തിൽ കാണുന്നത് പോലെ അനേകര് ഇവിടെ ഒരുപക്ഷെ നടക്കാത്തതൊക്കെ അവിടെ, കാരണം ഒരുപക്ഷെ അവരുടെ സിമ്പിൾ ഫെയ്ത്ത് ആയിരിക്കാം, അവർ വിശ്വസിക്കുന്നു. ദൈവം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ വൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി വെസ്റ്റ് ബംഗാളിലായിരുന്നപ്പോൾ എനിക്കൊരു അനുഭവം വിശേഷിച്ച് പറയാനുള്ളത്, ഞങ്ങളൊരു ഭവനത്തിൽ, അവർ കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ട് ആണ്, എയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളിന്റെ ഭാര്യയാണ്. അവിടുത്തെ വിശ്വാസികള് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ചെറുതായിട്ട് സുവിശേഷം പറഞ്ഞു. ആ സഹോദരിക്ക് ക്യാൻസർ ആയിരുന്നു. ട്യൂമർ ബയോപ്സി ചെയ്തു. കൽക്കട്ടയിലെ ഖരഗ്പൂരിലെ റെയിൽവേ ഹോസ്പിറ്റലിൽ അത് പ്രൂവ്ഡ് ആണ്. മകളെ വെല്ലൂരായിരുന്നു. അവിടേക്ക് ഓപ്പറേഷൻ ടൈം എടുത്തിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. വളരെ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ കടന്നു ചെന്നു, പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, അവര് ഓപ്പറേഷനായിട്ട് കടന്നു ചെന്ന് വെല്ലൂര് രണ്ടാമത് എടുത്തു നോക്കിയപ്പോൾ ട്യൂമറേ ഇല്ല, ഡിസപ്പിയർ. എന്നാൽ നമ്മൾ വലിയ തീവ്രമായ പ്രാർത്ഥനയുള്ളൂ, വളരെ സിമ്പിൾ പ്രെയർ. പക്ഷെ ദൈവം ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. അതായത് അസാധാരണമായ മെഡിക്കൽ സയൻസിനെ വിവരിക്കാൻ പറ്റാത്ത രീതിയിൽ ഇന്നും നമ്മുടെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാനത് അനുഭവിച്ചതാണ്. എന്നെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവം അങ്ങനെയുള്ള അനേകരെ, പല ഡോക്ടർമാരൊക്കെ കൈവിട്ടതിനെയൊക്കെ ദൈവം, വെസ്റ്റ് ബംഗാളിൽ തന്നെ എനിക്ക് മറ്റൊരു അനുഭവം ഉണ്ട്. അവര് CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. നാഗ്പൂർ ഡിവിഷന്റെ ഒരു എഞ്ചിനീയർ ആണ്. ആ കുട്ടിയുടെ മാതാവ് റെയിൽവേ ഹൈസ്കൂളിന്റെ അധ്യാപികയാണ്. അവരവിടത്തേക്ക് ട്രാൻസ്ഫർ ആയി വന്നു. ആ കുട്ടിക്ക് ഒരു വല്ലാത്ത പ്രശ്നമുണ്ടായിരുന്നു. ഒരുപാട് സൈക്യാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചു. ഇല്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന അത്ര ഒരു തീവ്രമായിരുന്നു. കൃപയാൽ ഞങ്ങൾ കടന്നുപോയി, പ്രാർത്ഥിച്ചു. ദൈവം പിറ്റേന്ന് തന്നെ സൗഖ്യം വന്നു. അവർ വിശ്വാസത്തിലേക്ക് വന്നു. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗിഫ്റ്റി എന്നാണ് ആ മകളുടെ പേര്. ഗിഫ്റ്റി, മാതാവ്, പിതാവ്, അവളുടെ ഗിഫ്റ്റിയുടെ ഗ്രാൻഡ് മദർ, 3 ജനറേഷൻ ഒരുമിച്ച് കർത്താവിനെ ഒരു ദിവസം ജനത്തെ, അതൊരു അപൂർവ സംഭവമാണ്. 3 തലമുറകളെ ഒരുമിച്ച് കർത്താവിനെ സാക്ഷിപ്പാനൊക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ വിവിധ ഭാഷക്കാരുടെ ഇടയില് അവരോടുകൂടെ താമസിക്കുവാനും അവരുടെ ആഹാരം കഴിക്കാനും അവരുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാനും അങ്ങനെ അയക്കുന്നിടത്തൊക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുകയാണ്. അങ്ങനെ ദൈവം പിന്നീട് കർത്താവിന്റെ വേലയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞൊരു പ്രസ്ഥാനത്തിലായിരുന്നു. അതിനൊക്കെ വെളിയിൽ വന്നപ്പോൾ ശൂന്യതയിലേക്ക്, ഫിനാൻഷ്യലി നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ല, എന്നാൽ എല്ലാം ഉണ്ടായിരുന്നു. എന്റെ വല്യപ്പച്ചൻ വളർത്തി അതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് പോയപ്പോൾ എന്റെ ഫാദർ അതൊക്കെ വിറ്റു. എന്റെ ഫാദറിന് തന്നെ ബോംബെയിലും ഇവിടെ കേരളത്തിലും ഒക്കെ ഫ്ലാറ്റുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പക്ഷെ അതൊന്നും എനിക്ക് ലഭിക്കാതെ പോയി. അപ്പോൾ ചിലർ പറഞ്ഞു ചലഞ്ച് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല. പക്ഷേ ദൈവം അത്ഭുതവാനാണ്, വിശ്വസ്തനാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന്,
നമ്മൾ ഒരു മനുഷ്യനിലും ആശ്രയിക്കാതെ ശൂന്യതയിൽ നിന്നാൽ, ഞാൻ പറയുന്നു ദൈവസ്ഥലത്തില് ഞാൻ ടോട്ടലി സീറോയിൽ നിന്ന് 21 വർഷത്തെ കർത്താവിന്റെ വേലയ്ക്ക് ശേഷം ഫിനാൻഷ്യലി സീറോ ആയി നിന്ന സ്ഥലത്ത് നിന്ന്, ശൂന്യതയിൽ നിന്ന് ദൈവം എന്നെ കരം പിടിച്ചുയർത്തുവാൻ. ഞാൻ സാമ്പത്തിക വിഷയത്തിലൂടെയാണ് പറയുന്നത്. ഒരു മനുഷ്യനോടും നമ്മൾ ചോദിക്കേണ്ട, കർത്താവിൽ നമ്മൾ വിശ്വസിച്ച എന്റെ അനുഭവമാണ് പറയുന്നത്. കഴിഞ്ഞ 42 വർഷം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവിനെ അയച്ചിടത്തൊക്കെ വിശ്വാസത്തോടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സകല ആവശ്യത്തിനും മതിയായവരാണ്. അവിടെ ദൈവം നമുക്ക് ആത്മാക്കളെ തരും, അവർക്ക് ആരാധിപ്പാനുള്ള സ്ഥലം തരും. ദൈവം എല്ലാം ചെയ്യും. ദൈവം ആർക്കും കടക്കാരനല്ല. അന്ന് മാത്രമല്ല, ഇന്നും നമ്മുടെ ഭൗമിക ആവശ്യങ്ങൾക്കും ആത്മീയമായ ആവശ്യങ്ങൾക്കും രോഗത്തിന് എല്ലാത്തിനും ഇന്ന് വരെ എന്റെ അനുഭവത്തിൽ ഞാൻ തിരികെ നോക്കുമ്പോൾ എന്റെ കർത്താവ് വിശ്വസ്തനാണ്, നല്ലവനാണ്. പക്ഷെ ഒരേ ഭാരമേ ഉള്ളൂ, അവൻ വിശ്വസ്തനായിരുന്നതുപോലെ അവനെ നമ്മൾ അത്രത്തോളം സ്നേഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോഴേ ദുഃഖമുള്ളൂ. അല്ലാതെ തിരികെ നോക്കുമ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് വന്നിട്ട് ഒരു കാര്യത്തിനും ദൈവം, ഞാൻ തുടർന്ന് പറയട്ടെ, അങ്ങനെ വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിലായിരുന്നു. ഇതിനിടയ്ക്ക് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, വിദേശങ്ങളിലൊക്കെ കർത്താവിന്റെ വേല പോയിട്ടുണ്ടോ? അന്ന് ഞങ്ങൾക്ക് പാസ്പോർട്ടോ ഒന്നുമില്ല. കാരണം ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ ഒന്നും ആവശ്യങ്ങൾ വന്നിട്ടില്ല. ഇങ്ങനെ പലപ്പോഴും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഒരിക്കൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഒരു പ്രാവശ്യം എനിക്ക് വിദേശത്ത്, അത് വിവാഹത്തിനൊന്നുമല്ല, മറ്റ് നമുക്ക് പ്രത്യേകമായ പോർട്ട്ഫോളിയോകളോ അല്ലെങ്കിൽ പ്രത്യേക പ്ലാനുകളോ ഒന്നുമില്ല. അയക്കുന്നിടത്ത് പോകുന്നു, കർത്താവിന്റെ വേല ചെയ്യുന്നു, വേലകൾ സ്ഥാപിക്കുന്നു, അതിനെ യോഗ്യരായവരെ ഏൽപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പൗളിൻ മിനിസ്ട്രി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം തന്റെ കൃപയാൽ തക്ക സമയത്ത് എന്നെ ആ രീതിയിൽ വിദേശങ്ങളിലേക്ക് അയക്കുവാനും തുടർന്ന് അതിനുശേഷം ഞാൻ ചുരുക്കി പറയട്ടെ, കൃപയാല് പിന്നീട് കർത്താവ് തന്നെ ദൈവദാസന്മാരുടെ എനിക്ക് വിവാഹ ആലോചനകൾ കടന്നു വന്നു. അതിനോടുള്ള ബന്ധത്തിൽ എനിക്ക് ദോഹയിലെ 10 വർഷം അവിടെ ആയിരിക്കാനും കർത്താവിന്റെ വേല ചെയ്യുവാനും, ഞാൻ പറഞ്ഞല്ലോ, അവിടെ എല്ലാ വിധത്തിലുള്ളതായ ശുശ്രൂഷകളെ ഞാൻ റിലീവറായിട്ട് പല ഇംഗ്ലീഷ് ചർച്ചുകളിലെ ഹിന്ദി ഭാഷ അറിയാവുന്നത് കൊണ്ട് തമിഴിൻ്റെത് മലയാളത്തിൻ്റെതൊക്കെ അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ, വിവിധ ഡിനോമിനേഷനുകളിലെ കർത്താവ് അയച്ചിടത്തൊക്കെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. തുടർന്ന് വീണ്ടും ഞങ്ങള് ഇപ്പോൾ ആയിരിക്കുന്ന പത്തനംതിട്ടയാണ്. ഇവിടെ കടന്നു വന്ന് കർത്താവ് ഞങ്ങൾക്കൊരു സ്ഥലമൊരുക്കി. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിഷയമായിരുന്നു എവിടെ ഞങ്ങൾ സെറ്റിലാകണം. കാരണം ഭാഷ അറിയാവുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് വേണോ, കൽക്കട്ടയിൽ വേണോ, അതോ മദ്രാസിലായിരിക്കണമോ, ബോംബെയിലായിരിക്കണമോ, ഡൽഹിയിൽ വേണമോ, ഇങ്ങനെ. കാരണം ബോംബെയിലാണ് എൻ്റെ വൈഫ് നഴ്സിംഗിന് പഠിച്ചത്, എൻ്റെ പേരൻസ് അവിടെയായിരുന്നു. അതുകൊണ്ട് ആ രീതിയിൽ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. കേരളത്തിലെ ലാസ്റ്റ് ആയിരുന്നു, പക്ഷേ പത്തനംതിട്ടയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എറണാകുളത്തോ മറ്റോ ആകാമെന്നും ചിന്തയുണ്ടായത്. പക്ഷെ ദൈവത്താലെ ഞങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കി. അതും ദൈവത്താലാണ്. ഞങ്ങൾ ഈ സ്ഥലം കണ്ടതല്ല. ഞങ്ങളെ വേറൊരാൾ പറഞ്ഞു, ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചു, ദൈവം ഒരു ദൈവദാസിക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ സ്ഥലത്തിന്റെ നിലവാരമൊക്കെ. എന്നിട്ട് ചോദിച്ചു, ഇങ്ങനെയാണോ ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞു. ഞങ്ങൾക്കായി ദൈവം ഒരുക്കിയതാണ്. കൃപയാൽ സ്ഥലം കാണാതെ തന്നെ ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു. ഇവിടെ പിന്നീട് വന്ന് കണ്ടപ്പോഴാണ് ഇവിടെ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ലൊരു സുവിശേഷ അന്തരീക്ഷമുള്ള ഒരു സ്ഥലം. ദൈവം ഞങ്ങൾക്ക് ഏതാണ്ട് 28 സെന്റ് സ്ഥലവും അല്ലെങ്കിൽ 29 സെന്റ് സ്ഥലവും പിന്നീട് അവിടെ വീട് വെക്കാനും ഒക്കെ ദൈവം കൃപയാൽ. ഞാൻ പറഞ്ഞല്ലോ, എവിടെ നമ്മൾ നിന്ദിക്കപ്പെടുന്നുവോ അവിടെ ദൈവം നമ്മെ മാനിക്കും. ഒന്നുമില്ലാതിരുന്നിടത്ത്, വെറും മിഷണറിമാരും ഗുഹായും മാത്രം ഇരുന്നിടത്ത് നമ്മൾ ആഗ്രഹിച്ചത് ദൈവം തക്ക സമയത്ത് നമുക്ക് എല്ലാം തന്നു. ഞാൻ ദൈവനാമ മഹത്വം എന്ന് പറയട്ടെ, നമ്മൾ അറിയിക്കാത്ത ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന, ആദ്യമായിട്ടൊരു ഹീറോ ഹോണ്ടയുടെ സ്കൂട്ടർ കിട്ടിയത്, ബൈക്ക് കിട്ടിയത് ഞാൻ ഓർക്കുന്നു. എന്നാൽ ഇന്ന് 4 വീലറും 2 വീലറും ഒക്കെ ദൈവം തന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി എല്ലാം ദൈവത്തിൽ നിന്നാണ്. അല്ലാതെ ഒരു ആദായ സൂത്രത്തിൽ നിന്നൊന്നുമല്ല. ദൈവത്തിന് ശുദ്ധ ഹൃദയത്തോടെ പറയാൻ കഴിയും. ഒരിക്കല് ഞങ്ങളിങ്ങനെ മിഷണറിയിലൊക്കെ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ഞാൻ പ്രസ്ഥാനത്തിലായിരുന്നപ്പോൾ അവിടെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ
ഔന്നത്യമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു. എന്നാൽ പ്രത്യേക സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ വളരെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോകേണ്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ദിവസം പോലും പട്ടിണിയെടുക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭം ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരിക്കല് ആദ്യമായിട്ട് ഒരാൾ 1000 രൂപ തന്നപ്പോഴേ, ഇന്ന് അതിനേക്കാളൊക്കെ എത്രയോ ദൈവം കരങ്ങളിൽ തരുന്നു. പക്ഷെ അതിന്റെ മാധുര്യം ഇന്നും ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെ കണ്ണുകൾ നിറഞ്ഞ സമയങ്ങളുണ്ട്. ദൈവം നടത്തിയ വിശ്വാസത്തിന്റെ മാർഗത്തിൽ ദൈവം നമ്മെ നടത്തിയ വിശ്വസ്തതകളെ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ഏത് അവസ്ഥയിലായിരുന്നാലും ഒരു മനുഷ്യനോടല്ല, നാം ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ, നമ്മൾ വ്യക്തിപരമായി ദൈവസന്നിധിയിൽ വീണ് കിടക്കുന്നെങ്കിൽ ദൈവം നമ്മെ ഉയർത്തും, ദൈവം നമ്മെ മാനിക്കും. ആരോ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മുൻപിൽ കരം നീട്ടുവാൻ അറിയുന്നവന് മനുഷ്യന്റെ മുമ്പിൽ കരം നീട്ടാൻ ഇടവരികയില്ല. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ കഴിയുന്നവനെ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട ആവശ്യം ദൈവം വരുത്തുകയില്ല. എന്റെ അനുഭവത്തിലൂടെ എനിക്ക് ദൈവം അയച്ചെടുത്തൊക്കെയും വിവിധ ഭാഷകളില്, ഞാനൊരു ഇന്റർപ്രറ്റർ ആയിരുന്നു. അനേക ഭാഷകളില് തർജ്ജമ ചെയ്യാൻ അനേക ദൈവദാസന്മാർക്ക്, വിദേശികളിൽ നിന്ന് വരുന്നവർക്കും ഹിന്ദിയിലോട്ടും തമിഴിലോട്ടും മലയാളത്തിലോട്ടും ഇംഗ്ലീഷിലോട്ടും വൈസ് വേഴ്സ. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, വെറും മലയാളം അറിയാവുന്ന എനിക്ക് ദൈവത്തിന്റെ കൃപയെന്ന്. ഒരുപക്ഷെ സിസ്റ്റർ കാണുന്നുണ്ടായിരിക്കും, എന്റെ പുറകെ ഗിറ്റാറ്, ഇവിടെ ഉണ്ട് കീബോർഡ്, ഇലക്ട്രിക് ഗിറ്റാറ്, മ്യൂസിക്കില് എനിക്ക് ദൈവം കൃപ തന്നു. ഞാൻ കോളേജ് പഠിക്കുമ്പോൾ തന്നെ ഗിറ്റാർ വായിക്കുമായിരുന്നു. എന്നാൽ ഈ കാണുന്നതെല്ലാം എന്റെ കർത്താവ് എനിക്ക് നൽകി. അത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവമാണ് നമുക്ക് തരുന്നത്. അപ്പം ആ ദൈവത്തിന്റെ കൃപയെ ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയൊരു ആരാധന അല്ലെങ്കിൽ നടത്താൻ 50 പേർക്ക് ഇരിക്കാവുന്ന അതും ദൈവം തന്നു. ഈ എല്ലാ ചൊവ്വാഴ്ചകളിലും ഇവിടെ ഒരു 2 മണിക്കൂർ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അതില് അനേകരെ കടന്നു വരുന്നുണ്ട്. അനേകരെന്ന് പറയുമ്പോൾ പല പശ്ചാത്തലത്തിലുള്ളവരാണ്. ഹൈന്ദവ പശ്ചാത്തലത്തിലും മറ്റേ ക്രൈസ്തവർ തന്നെ മറ്റ് പല ഭാഗങ്ങളിലുള്ളവർ. നമുക്കവിടെ ഒരു 2 മണിക്കൂർ, അതൊരു പ്രത്യേക സഭയായിട്ടൊന്നുമല്ല, ഒരു പ്രാർത്ഥനയായിട്ട് ഇന്നും ഉണ്ടായിരുന്നു. അതിലൂടെ അനേകർ കടന്നു വന്ന് കർത്താവിനെ അറിയുവാന്, കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കാനൊക്കെ ഇന്നും ദൈവം ഉപയോഗിക്കുന്നുണ്ട്. തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവം ബഹറിനിലേക്ക് ഞങ്ങളെ കുടുംബമായിട്ട് അയച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അവിടെ കടന്നുപോയി ഏതാണ്ട് ഒരു 9 മാസത്തോളം അവിടെയും ഒരു IPC സഭയിലെ കർത്താവിനെ ശുശ്രൂഷിപ്പാന് അവിടെയും നമുക്ക് സ്ഥാനത്തിന് ദൈവം ആളുകളെ ഒരുക്കി, ആത്മാക്കളെ ഒരുക്കി. ഇപ്പോൾ ഞാൻ ഇവിടെ IPCയോടുള്ള ബന്ധത്തിലാണ്, പത്തനംതിട്ട സെന്ററിലാണ്. അപ്പോൾ തന്നെ ഞങ്ങള് ഓരോ സഭകളെ റിലീവറായിട്ട് പല സഭകളിൽ കടന്നു പോകാന് കർത്താവിനെ ശുശ്രൂഷിക്കുക. കർത്താവ് അയക്കുന്നിടത്തൊക്കെയും ഏത് രീതിയിൽ, ഏത് ഭാഷ എന്നുള്ളതല്ല, ഏത് സഭ എന്നുള്ളതല്ല, ദൈവത്തിന് നമ്മെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് അറിയാം നമ്മളെ എവിടെ അയക്കണമെന്ന്. ദൈവമാണ് നമ്മളെ അയക്കുന്നതെങ്കിൽ ദൈവം യഹോവ ഇരയാണ്, യഹോവ ജൈരെ, യഹോവ നിസി, യഹോവ റാഫ, അവൻ സകലത്തിനും മതിയായതാണ്. എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ഒരുപക്ഷെ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടായിരിക്കാം, ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം, നിരാശകൾ വരത്തക്ക. അപ്പോൾ കർത്താവ് നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്, ബിലീവ് ഇൻ ഗോഡ് ആൻഡ് ബിലീവ് ഇൻ മീ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. കാരണം കലങ്ങാനുള്ള അവസരങ്ങൾ വന്നു എന്ന് വരാം. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക, യേശുവിൽ വിശ്വസിക്കുക. നാം കർത്താവിലും നമ്മുടെ യേശു ക്രിസ്തുവിലും നമ്മുടെ വിശ്വാസം ദൈവത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, വിശ്വാസം വയ്ക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും തക്ക സമയത്ത് അവൻ നമ്മെ മാനിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരും. ദൈവം നമുക്ക് ആത്മാക്കളെ തരും. നമുക്ക് ആവശ്യമായ വചനങ്ങളെ ദൈവം, എത്രയോ ഭാഷക്കാരുടെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ, വിവിധമായ പശ്ചാത്തലങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ. ഈവൻ ഒരു വെസ്റ്റ് ബംഗാളായിരുന്നപ്പോൾ കരിസ്മാറ്റിക് കാത്തലിക് ചർച്ച് വരെ പോയി, പ്രിസ്ബിറ്റേറിയൻ ചർച്ചുകളിലെ, CSI ചർച്ചുകളിലെ ഒരു മിഷണറി എന്ന രീതിയിൽ പലയിടത്തും ദൈവം നമ്മെ അയക്കും. ആർമി ക്യാമ്പുകളില്, അങ്ങനെ എവിടെ അയച്ചാലും നമുക്ക് ആവശ്യമായ വചനം ദൈവം നമുക്ക് തരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ അയക്കുന്നുവെങ്കിൽ അവിടെ ആവശ്യമായ ദൂതുകളെ കർത്താവിന്റെ കൃപയാലെ എല്ലാവിധ ശുശ്രൂഷയിലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ആ കൃപകളൊക്കെ, പ്രവചന വചനമാണെങ്കിലും രോഗശാന്തിയുടെ വരമാണെങ്കിലും എല്ലാം കർത്താവ് നമുക്ക് തരും.
എന്നാൽ ഒരാൾ വന്ന് ചോദിക്കുക ഇപ്പം കർത്താവ് എന്താ പറയുന്നത്, അത് പറയാൻ നമ്മളെ ഒക്കത്തില്ല. പക്ഷേ കർത്താവിന്റെ ആത്മാവ് നമ്മൾ ഇടപെടുമ്പോൾ സ്പെസിഫിക് ആയിട്ടും ആക്യുറേറ്റ് ആയിട്ടും ദൈവത്തിന് ഒരിക്കലും അല്ലെങ്കിൽ തെറ്റുപറ്റത്തില്ല. കൃത്യമായ കാര്യങ്ങള്. അപ്പൊ ഞാൻ പറയുന്നത് ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ തിരുവചനത്തിൽ പറയുന്ന എല്ലാ കൃപകളും കൃപാവരങ്ങളും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതൊക്കെ കർത്താവ് തക്ക സമയത്ത് നമ്മളിൽ കൂടെ അതാത് സമയങ്ങളിൽ ദൈവത്തിന് വേണ്ടപ്പോൾ നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന്റെ പുറകെ അല്ല പോകേണ്ടത്. നമ്മൾ കർത്താവിന്റെ പുറകെ പോകുന്നുവെങ്കിൽ നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ നമ്മെ പിന്തുടരും. നാം കർത്താവിനെ പിന്തുടർന്നാൽ മാത്രം മതി. അവൻ നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ആരായിക്കൊള്ളട്ടെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അനാഥനെ പോലെ എന്റെ മാതാവ് വളരെ ചെറുപ്പം 10 മാസം മാത്രം പ്രായമുള്ളപ്പോഴാണ്. എന്നാൽ ദൈവം എന്നെ കൈവിട്ടില്ല. ആ മാതാവ് കർത്താവിൽ ആശ്രയിച്ചു, അവർക്കുള്ള വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നു. ദൈവകരങ്ങളിലേക്ക് എന്നെ ചെറുപ്രായത്തിൽ ഏൽപ്പിച്ചു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചതിനെ ദൈവം ഇന്നുവരെയും സൂക്ഷിക്കും. അത് നമ്മെ തന്നെ ഏൽപ്പിച്ചാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചാൽ, നമ്മൾ എന്ത് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അവൻ എന്റെ ഉപനിധി. അതിനെ അവസാനത്തോളം കാക്കാൻ അവൻ ശക്തനാണ്, അവൻ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഏതവസ്ഥയിലും ഇന്ന് ഞങ്ങൾ ചിന്തിക്കുകയുണ്ടായി, പത്രോസിന്റെ ജീവിതത്തിൽ ദൈവം വിളിച്ചു. അന്ത്രയോസാണ് തന്നെ സഹായിച്ചത്. അവര് അതിനു മുൻപേ, യേശുവിന് ശിഷ്യനാകുന്നതിന് മുൻപേ അവർ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു. അവര് മശിഹായെ അന്വേഷിക്കുന്നവരായിരുന്നു. അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവര് തന്റെ സഹോദരങ്ങളെയും അത് അറിയിച്ചു. അങ്ങനെയാണ് പത്രോസിനെ കൊണ്ടുവരുന്നത്. പത്രോസിനെ കാണുമ്പോൾ യേശു പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്, നീ യോഹന്നാന്റെ മകനായ ശിമിയോനാ, പക്ഷെ ഞാൻ നിന്നെ കേഫാവായിട്ട് മാറ്റും, പത്രോസായിട്ട് മാറ്റും. എന്നാൽ തന്റെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ ചില സന്ദർഭങ്ങളിൽ യേശുവിനെ തള്ളി പറഞ്ഞു. ചിലപ്പോൾ അല്ലെങ്കിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം, താൻ വിട്ടിട്ട് പോരുന്ന പ്രൊഫഷൻ, അല്ലെങ്കിൽ മീൻ പിടിക്കാനായിട്ട് പോയി, മറ്റുള്ളവരെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവിടെ ഒന്നും കർത്താവ് കൈവിട്ടില്ല, താൻ തേടി ചെന്നു. ഇതിന്റെ ഒടുവിൽ പറയുന്നൊരു കാര്യമുണ്ട്, നീ തിരിഞ്ഞു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിരാശകൾ വരാം. ഏലിയാവിനെ പോലെ മതി കർത്താവേ, വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചിലപ്പോൾ ചില നിസാര കാര്യങ്ങളുടെ മുമ്പില് നമുക്ക് നിരാശ വന്നിട്ട് മതി കർത്താവേ എന്ന് പറയാം. പക്ഷെ കർത്താവ് അവിടെയും തന്റെ ദൂതനെ അയക്കുകയാണ്, ശക്തീകരിക്കുകയാണ്. തനിക്ക് ചെയ്യേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്ത് തീർത്ത് ഇനി ബാക്കി കുറച്ചുകൂടെ ഉണ്ട്, അത് വരുന്ന സമയത്തേക്കൂടെ മാറ്റി വെച്ചിരിക്കുക ഏലിയാവിന്റെ ജീവിതത്തില്. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ, നമ്മൾ മനുഷ്യരാണ്, മാനുഷികമായ ക്ഷീണങ്ങളോ ചിലപ്പോൾ നിരാശകളോ ഭാരങ്ങളോ ഒക്കെ ഒരുപക്ഷെ സംഭവിക്കാം. പക്ഷെ നിരാശപ്പെടണ്ട. ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ യാക്കോബിനോട് പറഞ്ഞതുപോലെ, till I fulfill all the promise I will be after you. നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് പറഞ്ഞ സകലവും ഞാൻ നിവർത്തിച്ചു എന്ന് ഞാൻ ഉറപ്പുവരുത്തും. അതെ, ദൈവം എവിടെ നമ്മളെ അയച്ചാലും അവന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ട്. അവൻ നല്ലവനാണ്, അവൻ വിശ്വസ്തനാണ്, ഇന്നും മതിയായവനാണ്. ഇതാണ് എന്റെ സാക്ഷി. എന്റെ ഭാര്യ മോളിക്കുട്ടി, ഞങ്ങൾ കുഞ്ഞുങ്ങളില്ല, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെയും പോകുന്നു. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ കടന്നു പോകാറുണ്ട്. എവിടൊക്കെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് കർത്താവ് അയക്കുന്നുവോ അവിടെ പോകാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ സകലവും ഞങ്ങൾക്കുള്ളതും എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എനിക്കുള്ള ഗിഫ്റ്റുകള് അല്ലെങ്കിൽ സംഗീതത്തിന്റെ താലന്തുകളോ എല്ലാം ദൈവം തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. ഭൗമികമായാലും ആത്മീയമായാലും എല്ലാം ദൈവം തന്നു. സകലവും ദൈവനാമം മഹത്വപ്പെടട്ടെ. എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നമ്മെ ഓരോരുത്തരെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കും ഒരുങ്ങാം. മറ്റുള്ളവരെയും കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം അതിലേക്ക് ഒരുക്കാൻ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. എന്റെ ഈ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഈ മീഡിയയിലും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദേവദാസിയോടുമുള്ള നന്ദി ഞങ്ങളെ ഓർപ്പിക്കുന്നു. ആർക്കെങ്കിലും പ്രാർത്ഥനയ്ക്കോ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്തും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം. ദേവദാസിയുടെ അനുവാദത്തോടെ
അതിന് വേണ്ട നമ്പരും ഞങ്ങൾ തരാം. ദേവദാസിലെ നമ്പറുണ്ട്, അവിടെ വേണമെങ്കിൽ കൊടുക്കാം. എന്തായാലും ദൈവം ഞങ്ങളെ ഇത്രത്തോളം നന്മ കൊണ്ട് നിറച്ചു. ഇന്നും ഞങ്ങൾക്ക് മതിയായവനാണ്. സകലത്തിനും മതിയായ ദൈവമാണ്. അതുകൊണ്ട് സകല മഹത്വം ഒരിക്കൽ കൂടെ ഞങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ക്രിസ്തുവിലുള്ള അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷിയിൽ നിന്ന് വിരമിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. ആമേൻ. പ്രൈസ് ലോർഡ്. പാസ്റ്റർ, കർത്താവിന്റെ ദാസനെ കർത്താവ് ഇത്രത്തോളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ഇനിയും കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവത്തിന്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ട്. പ്രൈസ് ലോർഡ്. പ്രാർത്ഥിക്കാൻ അല്ലേ? സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവെ, ഞങ്ങൾക്ക് നൽകിയ ഈ നല്ല സമയത്തിനും നല്ല ദിവസത്തിനായി സ്തോത്രം. കർത്താവെ, ഒരിക്കൽ ഞങ്ങൾ വിദൂരത്തിലായിരുന്നു. ഞങ്ങൾ ഒരു നന്മയും ഒരു പുകഴ്ചയും ഞങ്ങൾക്കില്ല. കർത്താവ് തിരഞ്ഞെടുത്തത് ബലഹീനമായതും കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും. കാരണം ഒരു ജഡവും നിന്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിൽ തന്നെ. കർത്താവെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശംസിക്കാനുണ്ടെങ്കിൽ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിക്കാനില്ല. കർത്താവെ, ഞങ്ങളുടെ യോഗ്യത ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമാണ്. കർത്താവിനെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠരും കഴിവുള്ളവരും ഒക്കെ ഈ ദേശത്തുണ്ടായിരുന്നപ്പോൾ, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളെക്കാൾ ഉന്നതമായ നിലവാരത്തിലുള്ളപ്പോൾ, കർത്താവെ, നീ ഞങ്ങളെ കാണുവാനും തിരഞ്ഞെടുക്കാനും ലോക സ്ഥാപനത്തിനു മുൻപേ കർത്താവെ ഞങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരേണ്ടതിന് പ്രിയനായവനെ ഞങ്ങളെ ദത്തെടുക്കുവാൻ അങ്ങേക്ക് തിരുഹിതം തോന്നിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഞങ്ങളുടേത് മാത്രമല്ല, അങ്ങ് തിരഞ്ഞെടുത്ത ഓരോ വ്യക്തികളുടെയും ഓരോ ദൈവദാസന്മാരുടെയും ജീവിതത്തില് കർത്താവ് ചെയ്തിട്ടുള്ള നല്ല പ്രവൃത്തികൾ, കർത്താവെ ഞങ്ങളെ നടത്തിയ വഴികൾ, വിധങ്ങൾ എല്ലാറ്റിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ ആത്മീയമായും ഭൗമികമായും ഞങ്ങളുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിലും ഞങ്ങളുടെ യാത്രയിലും കർത്താവെ രോഗത്തിന്റെ സമയത്തും കർത്താവെ മരണം ഞങ്ങളെ തൊടാതെ, രോഗത്തിൽ ഞങ്ങളെ അകപ്പെട്ടു പോകാതെ, അല്ലെങ്കിൽ ശത്രുവിന്റെ കരങ്ങളിൽ ഞങ്ങൾ നശിച്ചു പോകാതെ ഇന്നയോളം ദൈവം ഞങ്ങളെ നിർത്തി നടത്തി. കർത്താവെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്, ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടിയാണ്. തിരുഹിതം മാത്രം നിങ്ങൾ നിറവേറണമേ കർത്താവെ, ഞങ്ങളോട് നിറവേറണമേ കർത്താവെ. ഞങ്ങളുടെ ഈ സാക്ഷി കേൾക്കുന്നവർക്ക് അത് ദൈവനാമ മഹത്വത്തിനും ആത്മീക വർധനവനുമായി തീരണമേ. അതുപോലെ അവരുടെ വിശ്വാസം കർത്താവിലേക്ക് ഉറയ്ക്കുവാൻ, അവരും കർത്താവിൽ ആശ്രയിക്കുവാൻ, കർത്താവിൽ നിന്ന് അവരും അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ, കർത്താവെ ഞങ്ങൾ നിത്യജീവന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം ഞങ്ങൾക്കായി സ്ഥലമൊരുക്കുന്നു, വീണ്ടും മടങ്ങി വരും. അതേ കർത്താവെ, ഞങ്ങൾ അത് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ അവരിൽ ഈ പ്രത്യാശയുള്ളവൻ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നു. അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ അങ്ങ് വിശുദ്ധനാകിയാൽ ഞങ്ങളും വിശുദ്ധരായി തീരട്ടെ. അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരട്ടെ. കർത്താവെ, അതിനായി ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുകയാണ്. ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അത് പൂർണ്ണമായി നിവർത്തിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഈ മീഡിയയ്ക്കായി സ്തോത്രം. ഇതിലൂടെ നിന്റെ മക്കൾ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഇത് അനേകരുടെ ആശ്വാസത്തിന്, കർത്താവെ അനേകരുടെ രക്ഷയ്ക്ക്, അനേകരുടെ ആത്മീക വർധനവിന് ഇതിനെ ഉപയോഗിക്കുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തുടർന്നും കർത്താവ് തരുന്ന ആയുസ്സും കർത്താവെ സമയവും ആരോഗ്യവും ഒക്കെ ദൈവനാമഹത്വത്തിന് വേണ്ടി മാത്രം, കർത്താവെ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരിക്കൽ കൂടെ ഞങ്ങളെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും മാനവും അങ്ങേക്ക് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന യാചനയും അവിടുന്ന് കേട്ടിരിക്കാതെ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 പാസ്റ്റർ, കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു.